ആജരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആരും കാണാത്ത വളരെയധികം നിങ്ങൾക്ക് മാത്രം അറിയുന്ന വളരെയധികം പോരാട്ടങ്ങളിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്? എങ്കിൽ ഉറപ്പായും ഈ ഒരു വാക്കുകൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അതിശക്തവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായി പോകുന്നത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയായിരിക്കും. പുറമേന്ന് നിങ്ങളെ നോക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ വളരെയധികം ശാന്തമായി ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളായിട്ടായിരിക്കാം തോന്നുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എത്രയോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മറ്റൊരാൾക്ക് ഒരിക്കലും കാണാനായി സാധിക്കില്ല. ഈ ഒരു പ്രതിസന്ധികൾ നിങ്ങൾ തീർത്തും ഒറ്റയ്ക്കാണെന്ന് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ആ ഒരു തോന്നൽ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. അതെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് വിശ്വസിക്കാനൊക്കെ പ്രയാസമായിട്ടുള്ള കാര്യമായിരിക്കാം. എന്ത് വിജയമാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്? അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വരുന്നത്? എപ്പോഴും എനിക്ക് ഈ പ്രതിസന്ധികൾ മാത്രമാണല്ലോ, ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണല്ലോ എന്നൊക്കെയായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ വിജയങ്ങളും ലോകം കാണുന്ന കപ്പുകളോ മെഡലുകളോ ഒന്നുമല്ല. ചില വിജയങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ നേടുന്ന അദൃശ്യമായ ഒരു കരുത്തായിരിക്കും. ആ ഒരു പ്രതിസന്ധി നിങ്ങൾ ഇതിനോടകം തന്നെ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അദൃശ്യമായ ഒരു വിജയം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കാം. കാരണം അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലെ പല വിജയങ്ങളും മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നവയായിരിക്കണമെന്നില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ച ഒരു വലിയ മാറ്റമായിരിക്കാം. അത് നിങ്ങൾ പണമോ സ്വത്തോ അല്ലെങ്കിൽ ഭൗതികമായ ഒരു നേട്ടമോ ആയിരിക്കണമെന്നില്ല. എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയ ആ നിമിഷങ്ങൾ ഉണ്ടാകില്ലേ? മുന്നോട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ പൂർണ്ണമായും എല്ലാം ഉപേക്ഷിക്കാൻ നിങ്ങളെ മനസ്സ് പൂർണ്ണമായും ഉപദേശിച്ചപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നില്ലേ? ആ ഒരു അതിജീവനമാണ്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ പലപ്പോഴും ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം. പൂർണ്ണമായും നിങ്ങൾ തകർന്നിട്ടുണ്ടാകാം. ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് തോന്നിയിട്ടുണ്ടാകാം. എങ്കിലും ഈ നന്മയെയും സ്നേഹത്തെയും ഒക്കെ, നിങ്ങളുടെ ആ ഒരു നന്മയും സ്നേഹത്തെയും ഒന്നും തിരിച്ചറിയാത്ത വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിട്ടുണ്ടാകാം. അതെ, ചിലപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നുണ്ടായിരിക്കാം. എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം, ആരെ വിശ്വസിക്കണം എന്നൊന്നും മനസ്സിലാകാതെ നിങ്ങൾക്ക് ഒരു വഴിമുട്ടിയ ഒരു ചിന്താഗതിയോടെ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോഴാണ് യൂണിവേഴ്സ് നമ്മളോട് ചില ചെറിയ സൂചനകൾ നൽകുന്നത്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു വലിയ മാറ്റത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. പല കാര്യങ്ങളും താമസിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ല എന്ന് വരെ നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് എനിക്ക് നടന്നു കിട്ടിയില്ല എന്നുള്ള ഒരു തോന്നലിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉണ്ടായിരിക്കുക. ഒരുപാട് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തതുപോലെയും നിങ്ങൾക്ക് തോന്നാം. ഞാൻ ഒരുപാട് ദൈവങ്ങളെയും എല്ലാ ദൈവങ്ങളെയും ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ നിന്ന് എനിക്ക് മാറുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാം ശരിയായ സമയത്ത് മാത്രമേ സംഭവിക്കൂ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. നിങ്ങൾ എത്ര കണ്ട് എനിക്കത് നേരത്തെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും അത് നടക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് തന്നെയാണ് അത് സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മനസ്സിൽ ഒരുപാട് ഭാരം കൊണ്ട് നടക്കുകയായിരിക്കും. പുറത്ത് ചിരിച്ചാലും ഉള്ളിൽ ഒരുപാട് വിഷമമുള്ള വ്യക്തികളായിരിക്കാം ഇതിൽ പലരും. പലരോടും പറയാനാകാത്ത ഒരു വേദന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. ചിലർക്ക് ബന്ധങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം. ചിലർക്കത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം. ചിലർക്ക് ജോലി, കുടുംബം, ആരോഗ്യം ഇവയിലേതെങ്കിലുമായിരിക്കാം. എന്തായാലും യൂണിവേഴ്സ് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളോട് പറയാനുള്ള ആദ്യ സന്ദേശം എന്തെന്നാൽ, ഇനി നീ കരഞ്ഞ ദിനങ്ങൾക്ക് പകരം ചിരിക്കുന്ന ദിനങ്ങൾ വരും എന്നാണ്. അതെ, നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകളും വെറുതെയായിട്ടില്ല. അത് നിങ്ങളെ കൂടുതൽ ശക്തമാക്കി. അതായത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന പല വേദനകൾക്കും നിങ്ങളെ ശക്തനാക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കും. നിങ്ങളെ ആരും തകർക്കാൻ പറ്റാത്ത വിധം ഉള്ളിൽ കരുത്ത് നൽകിയിട്ടുണ്ടായിരിക്കും.
ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പഴയ കാര്യങ്ങളെല്ലാം അടഞ്ഞ് പുതിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്നു. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ചില പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങളുമായി കടന്നു വരും. ആദ്യം അത് നിങ്ങളെ വേദനിപ്പിച്ചേക്കാം, പക്ഷേ പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാകും അത് നല്ലതിനായിരുന്നുവെന്ന്. ഇനി സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് നാളായി പണം പിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണോ നിങ്ങൾക്ക്? വരുമാനം കുറവാണോ? കിട്ടാനുള്ള പണം വൈകുന്നുണ്ടോ? യൂണിവേഴ്സ് പറയുന്നത് എന്തെന്നാൽ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ധനലാഭം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അത് വലിയ തുകയായിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സഹായമായിരിക്കും. ചിലർക്കിത് പുതിയ ജോലി അവസരമായിരിക്കും. ചിലർക്കിത് കടം തീർക്കാനുള്ള വഴിയായിരിക്കും. ചിലർക്കിത് വീട്ടിൽ സന്തോഷം കൊണ്ടുവരുന്ന ഒരു വാർത്തയായിരിക്കും. ഇവയൊക്കെ ആയിരിക്കും. ഇനി സ്നേഹബന്ധങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഏറെ നാളായി ഒരാളെ ഓർക്കുന്നുണ്ടോ? ഒരാൾ തിരിച്ചു വരുമോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? യൂണിവേഴ്സ് പറയുന്നത് ചില ബന്ധങ്ങൾ തിരിച്ചു വരാം, പക്ഷേ തിരിച്ചു വരുന്നതെല്ലാം സ്വീകരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സമാധാനം തരുന്ന ബന്ധങ്ങളെയാണ് ഇനി നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളെ വിലമതിക്കാത്തവരെ പിന്തുടരേണ്ട സമയമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി നിങ്ങളെ സ്നേഹത്തോടെ കാണുന്നവരെ സ്വീകരിക്കാനുള്ള സമയമാണ്. ഒരു വലിയ മാറ്റമാണ് നിങ്ങൾക്ക് അടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു സന്ദേശം, ഒരു അപ്രതീക്ഷിത അവസരം, അതുമല്ലെങ്കിൽ ഒരു യാത്ര, ഇതിലൊന്നിലൂടെ ജീവിതം മാറുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാം. അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങളെക്കൊണ്ട് അത് കഴിയും. ഇത് വന്നതുപോലെ ഇനി പോകാനും കഴിയും. യൂണിവേഴ്സ് പറയുന്ന മുന്നറിയിപ്പ് എന്തെന്നാൽ, എല്ലാവരോടും നിങ്ങളുടെ പദ്ധതികൾ പറയരുത്. ചില കാര്യങ്ങൾ നിശബ്ദമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ചിലർ നിങ്ങളുടെ വളർച്ച കാണാൻ ഇഷ്ടപ്പെടില്ല. അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ ഉള്ളിൽ വയ്ക്കുക. എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് നിർത്തുക. ഇനി വരുന്ന 21 ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റാൽ പോസിറ്റീവായി ചിന്തിക്കുക. നെഗറ്റീവ് ആളുകളിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം അകന്നു മാറുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ദിവസവും ചെറിയൊരു ചുവട് വയ്ക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ പ്രാർത്ഥിക്കുക. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നീ കാത്തിരിക്കുന്നത് നിന്നെ തേടി വരുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണങ്ങൾ? എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് എളുപ്പം കിട്ടുന്നതെല്ലാം എനിക്ക് കിട്ടുന്നില്ല? അതിൻ്റെ ഉത്തരം യൂണിവേഴ്സ് നൽകുന്നു. കാരണം നീ സാധാരണക്കാരനല്ല. നിനക്കായി വലിയൊരു വഴി ഒരുക്കിയിരിക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ മുമ്പ് ചില പരീക്ഷണങ്ങൾ വരും. അതിലൂടെ നമ്മൾ വളരും. അതിലൂടെ നമ്മൾ തയ്യാറാകും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, മനസ്സ് ക്ഷീണിച്ചിരിക്കാം, ഉറക്കം കുറവായിരിക്കാം, ശരീരം തളർന്നിരിക്കാം. എന്നാൽ യൂണിവേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കരുതുക, വിശ്രമിക്കുക, വെള്ളം കുടിക്കുക, മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പ്രത്യേക വ്യക്തിയാണ്. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം പലരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. പലരും നിങ്ങളുടെ നന്മ ഉപയോഗിച്ചിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ഒരിക്കലും മറക്കില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഒരു പഴയ പ്രശ്നത്തിന് നിങ്ങൾക്ക് പരിഹാരം കാണാനായി സാധിക്കും. സാമ്പത്തിക ആശ്വാസവും വീട്ടിൽ സന്തോഷവാർത്തയും വരും. അതുപോലെ മനസ്സമാധാനവും പുതിയ തുടക്കവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഇപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ്, കണ്ണുകൾ അടച്ച് 10 സെക്കൻഡിൽ ആഴത്തിൽ ശ്വസിക്കുക. നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ചിന്തിക്കുക. അത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുക. കാരണം വിശ്വാസം തുടങ്ങുന്നിടത്താണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് അവസാനമായി പറയുന്നത് എന്തെന്നാൽ, നീ തോറ്റിട്ടില്ല, നീ തയ്യാറാവുകയാണ്. അതെ, താമസം തോൽവിയല്ല, നിരസനം അവസാനമല്ല. ചിലപ്പോൾ വഴിത്തിരിവാണ് വിജയത്തിലേക്കുള്ള തുടക്കം. നിങ്ങളുടെ സമയം വരുന്നു, നിങ്ങളുടെ സന്തോഷം വരുന്നു, നിങ്ങളുടെ നല്ല കാലവും തുടങ്ങുന്നു.